ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ എഡ്ജ് ഒപ്റ്റിക്കൽസിൽ വന്നിരിക്കുകയാണ്. ഷാസിൻ്റെ സ്വന്തം കടയെന്നാണ് പറയുന്നത്. അതാ നോക്കിയ ഫ്രണ്ടിൽ തന്നെ NRI ഫെസ്റ്റ്. ഇപ്പോൾ നാട്ടിൽ വന്ന ഉടനെ NRI ഫെസ്റ്റ് കറക്റ്റ് ഇല്ലേ ഗൈസ്? അവിടെ ഇരിപ്പുണ്ട് NRI, ഇതോ ഇരിക്കുന്നു NRI. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം എഡ്ജ് ഒപ്റ്റിക്കൽസിൽ എത്തിയിരിക്കുകയാണ്. സോ എല്ലാവർക്കും കണ്ണാടി വാങ്ങിക്കാൻ വേണ്ടി നോക്കട്ടെ ഗൈസ്, എന്തൊക്കെ പുതിയ മോഡൽസ് വന്നിട്ടുണ്ടെന്നുള്ളത് നോക്കിയിട്ട് പറയാം. എഡ്ജിൻ്റെ ബ്രാൻഡ് അംബാസഡർ ഇരിക്കുന്നു ഗൈസ്. എന്തോടെ അത്? എനിക്ക് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് വേണ്ടത്. ഇതാണ് ഗൈസ് എഡ്ജിലെ കളക്ഷൻസ്. ഈ സാധനമൊക്കെ എന്തെങ്കിലും ലേറ്റസ്റ്റ് പരിപാടികളാണ്. നമ്മുടെ മുഖത്തിനനുസരിച്ചിട്ടുള്ള ഇതിൽ കണ്ണാടി സെലക്ട് ചെയ്യാം. ദിസ് ഇസ് ദ ഷോറൂം. പോളി ഷോറൂമാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഒപ്റ്റിക്കൽ സെൻറ്റേഴ്സ് ഇൻ കേരള ഗൈസ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കണ്ണാടിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. നല്ല ഓഫറിൽ സാധനങ്ങൾ കിട്ടും. ഓക്കെ, അപ്പം നോക്കട്ടെ ഗൈസ്, കാണാം. ഗുച്ചിയുടെ കമനീയമായ ഷോറൂം ഉച്ചി. നിന്റെ റഫ്യൂസിന് ഗുച്ചിയെ കാണും. അവസാനം കണ്ണാടി സെലക്ട് ചെയ്തിരിക്കുകയാണുള്ളൂ. ഇത് DNG രസമുണ്ട്. ഇതല്ലേ DNG? കൊള്ളാം. ആട് തോമ. ഇതാണ് സാധനം. അത് കാണിച്ചേ. ഉഫ്, കട്ടൽ. നൈസ്. കണ്ണാടി സെലക്ട് ചെയ്യുന്നു. ഹൗ ഇസ് ദിസ്? നിങ്ങൾ ചേരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയൂ ഗൈസ്. വർഷമായിട്ട് കത്തിയൊക്കെയാണ് കേട്ടാ. വർഷമായിട്ട് കത്തിയപ്പായിരുന്നു. ലൈറ്റ് ഓൺ ആയാലും ഗുഡ്. ഓക്കെ ഗൈസ്, നമുക്ക് വീട്ടിൽ കയറാം. ബട്ടർ ബാൻ. ഇത് ഷാസിന്റെ ഏറ്റവും ഫേവറേറ്റ് ബട്ടർ ബാനാണ്. എന്റെയും ഫേവറേറ്റ് ഇതാണ്. നിങ്ങൾ കഴിച്ചത്? ദിസ് ഈസ് ദ ബെസ്റ്റ് ബട്ടർ ബൺ ഇൻ കൊച്ചി ഗൈസ്. ഒരു ഡോനറ്റിന്റെ ടേസ്റ്റും നല്ല ക്രീമുമാണ് ഇതിൻ്റെ അകത്ത്. ഡോനറ്റിന്റെ ആ ബൺ ഫോക്കസ്. ആ പറ. കഴിച്ചോ? ഉണ്ട്. എവിടെ മദാമയാണോ തോന്നുന്നത്? ഇവൻ കഴിച്ചാ? കാർത്തി കഴിച്ചാടാ ബട്ടർ ബന്ന്? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അടിപൊളി അല്ലേ? ആ, പിന്നെ ബട്ടർ ബൻ. അപ്പൊ ഗൈസ്, നമ്മളൊരു ബട്ടർ ബൻ, നമുക്കൊരു ബട്ടർ ബൻ എക്സ്പ്ലോറേഷൻ ചെയ്താലോ? ബെസ്റ്റ് 3 ബട്ടർ ബൻ ഇൻ കൊച്ചി. ഇത് കഴിച്ചു. ഇനി 2 ഉണ്ട്. അതുകൊണ്ട് ഉണ്ട്, കുറേ ഉണ്ട്. ചായ കുടിക്കുന്ന കുട്ടികൾ, ബട്ടർ ബൻ കഴിക്കുന്ന ഞാൻ. ഓക്കെ ഗൈസ്, നമ്മളിന്ന് പോയി വൈറൽ ചോക്ലേറ്റ് ടേസ്റ്റിംഗ് ആണ്. ഇന്ന് ഫുൾ ഷുഗർ തന്നെ. ഇന്ന് ചാത്ത് നേരെ കഫിക്കാനേ പോകുന്നു. അവിടെ എല്ലാം സെറ്റാണ്. അവരെ ഒരു കോൺഫറൻസ് റൂമുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് വൈറൽ ചോക്ലേറ്റ് ട്രൈ ഔട്ട് ആൻഡ് ടെസ്റ്റിംഗ്. അത് കഴിഞ്ഞ് അവിടെ തന്നെ ഡിന്നർ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം ഗൈസ്. ബൈ.
ഇല്ല ഇല്ല, നീ ഫസ്റ്റ് തന്നെ 12 എണ്ണം കഴിച്ച്. ആ അതൊന്നും തന്നെ അതിന്റെ അത് കൈയിട്ടപ്പോ തന്നെ 12 എണ്ണം തിന്ന്. പിന്നെ ഒരു 1/2 കിലോ പിസ്റ്റാച്ചിയോ ഇരുന്ന് തീർന്നു. ഓ നോ, പിന്നെ തീർക്കാനല്ലേ വെച്ചേക്കുന്നത്. അതൊരു വിഷയമല്ലടാ, തീർന്നോടാ നീ. പിസ്താഷ്യോ വേറെ ഉണ്ടോ? മറ്റേ ചോക്ലേറ്റ് പൊതിഞ്ഞ പിസ്താഷ്യോ ആണോ നിനക്ക്? ഇല്ലല്ല, നിനക്ക് അത് സൂപ്പർ സാധനമാണ് കേട്ടോ ഗൈസ്. പിസ്താഷ്യോ തിന്നണ എങ്ങനെയാന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന കാർത്തി. ആ എവനെ കണക്കാണ്. ഒന്ന് തുടങ്ങി, ഒന്നായി 2. ഇത് മറ്റേ കൗണ്ടറാടാ ഇത്. 10 എണ്ണം കൂടെ. ഞാൻ പിന്നെ ഫുൾ മറ്റേ റോ വ്ളോഗ് ആയതുകൊണ്ട് ഇരുന്ന് എണ്ണാടാ എനിക്ക്. 4 5 8 9 10 11. എന്നിട്ട് അവിടെ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. 13ആയി, ഒരെണ്ണായി എക്സ്ട്രാ. എന്നിട്ട് ഇതാണ് അവന്റെ പരിപാടി. എന്നിട്ട് ചായ കുടിക്കുന്നു. ഒരു കാര്യം, ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഞാൻ എന്റെ വെയിറ്റ് ഇപ്പം പ്രോപ്പർ ആണ്. ഇനി പേടിക്കണ്ടല്ലോ. 2 ഓ അടച്ചാടാ നീ? ചേ, നിനക്ക് ഇത്രയും കൺട്രോളാ എന്ന് മുതല്? ഇനിയിപ്പം അടുത്ത കമന്റ് വരും. ഷാസിന്റെ ഇതില് ഞാൻ കിസ്മിസ് വെച്ചത് പിസ്താഷ്യോ എന്നെ ഏറി കയറ്റിയുള്ള ഞാൻ എടുത്ത് കളഞ്ഞന. ആ ഡപ്പി അവന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇനി അടുത്ത ഷോട്ട് വരെയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക 12 എണ്ണം കഴിഞ്ഞിട്ടുള്ള ഷോട്ട്സ് ആണ് അതെന്നുള്ളത്. Come on guys, get out. വെൽക്കം പാപ്പിക്കുട്ടി. എന്തൊക്കെയുണ്ട് വിശേഷം? വെൽക്കം പാപ്പിക്കുട്ടി. ഓക്കെ, വെൽക്കം. എന്താടാ? ഓ ഐ സീ. നൈസ്. എല്ലാവരും എന്നെ കോപ്പി അടിക്കുന്നുണ്ട്. യെസ്, ഞാൻ ഊരുന്നത് 1 മില്യണില്. 1 മില്യൺ ആവുമ്പോ ഗൈസ്, ഞാൻ ബ്ലോഗർ അല്ലായിരുന്നപ്പോൾ എനിക്കൊരു തണല് തന്ന സ്ഥലമാണ് ഇത്. അതുകൊണ്ട് ഞാൻ മറക്കൂല. അതെ, അയ്യോ ഗുരു ആയിപ്പോയി. വെൽക്കം ഗൈസ്. ഓ ഫുൾ കോപ്പി റൈറ്റ് എന്റെ പൊന്നോ. ഇത് കഴിക്കാനാണ് ഗൈസ് നമ്മൾ വന്നേക്കുന്നത്. ട്രയൽ. ഇത് യൂറോപ്പിലെ ഭയങ്കര വൈറൽ സാധനം എന്നാണ് പറയുന്നത്. നമ്മളത് ട്രൈ ചെയ്ത് നോക്കുന്നു. ഓക്കെ, ഇതൊന്നും പിന്നെ ഇത് 2. ഇത് മറ്റേ ദുബായ് ഫിക്സ് മാംഗോ ഫ്ലേവർ. ഇതെല്ലാം നമ്മളിന്ന് ട്രൈ ചെയ്യും ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളൊരു കത്തി വാങ്ങിച്ചിട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് ഷെയർ ചെയ്ത് തിന്നാം. ഓക്കെ, ആദ്യം ഒരു കത്തി വരട്ടെ. ഇതാണ് ഐറ്റം. ഇത് കട്ട് ചെയ്ത് കഴിക്കണം. ഇത് കുറച്ചുകൂടെ ആ സ്പെയിനിൽ ഇത് ഉണ്ടാക്കണമെന്ന് കേട്ടാണ്ടല്ലോ, നിന്നെ വന്നിട്ട് അലക്കും. അവിടെ ഒരു വയറില്, ഇവിടെ ഒരാള് വയറില്, അവിടെ ഒരുത്താൻ, ഇവിടെ എല്ലാം ഇവന്താ ഇതൊക്കെ പറയുന്ന തിരക്കില്. ഞാനും ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ടൊക്കെ വരാം. ഇതൊക്കെ ഇവരുടെ വീഡിയോകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ആ പിടിയെടുത്തോണ്ട് വന്നില്ലല്ലോ. ഇത് ദുബായ് ചോക്ലേറ്റ് ഗൈസ്, വൈറലായ പിന്നെ ഒരു 501 ബാർ സോപ്പ് അതോ അവളെ ഇല്ല. എന്തുവാടി
ടൊറൻസ് വെസൻസ് പിസ്റ്റാഷ്യോസ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് അങ്ങനെയൊന്നും പറ്റൂലടാ. കത്തി വേണ്ടേ? ആ കത്തി ഉണ്ടല്ലോ. ഇരുന്ന എവിടെ വെച്ചത് പയ്യാട്ടാ. വൈറൽ ചോക്ലേറ്റ്. ഇത് വയറിലാണ്. ഇത് വൈറല, യൂറോപ്പിലെ വൈറൽ. ഓക്കെ, ഇതെന്താ ഇത്? ഇതാണ് സാധനം. എന്താണ് ഇത്? പലകെ. ഓ മൈ ഗോഡ്, ക്വാളിറ്റി സുപ്രീം എന്നൊക്കെയാണ് എഴുതിയേക്കണ. എന്താ കട്ട ക്വാളിറ്റി സാധനമാണ്. ഇവിടെ quality supreme എന്ന് എഴുതിയേക്കുന്നത്. ഏതാണ്ട ക്വാളിറ്റി ആറ്റ് സുപ്രീമ. ഓ, അത് ട്രാൻസ്ലേഷൻ ചെയ്ത് ആ നിനക്ക് മനസ്സിലായില്ലല്ലേ? പുതിയ AI ആണ്, AI. Guys, ശരിക്കും ഇത് കാണുമ്പോഴത്തേക്ക് ഒരു 501 ബാർ സോപ്പ് അവിടെ ഇരിപ്പുണ്ട്. സാധനം ടേസ്റ്റ് ചെയ്യുമ്പോൾ വേറെ ലെവലാണെന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അവിടെ പോയി ഓരോന്നായിട്ട് ഇങ്ങനെ ബ്ലോക്കായിട്ട് വെട്ടിക്കോ. സ്ക്വയർ. അത് കവറാണോ? ഇനിയും കവറുണ്ടാ? ഓ ഡേ, ഇത് ക്രീമാണ് കേട്ടാ. ഓ അതും, എടാ ഓ നോക്കണം, അതിന്റെ അകത്ത് ഇതിനൊരു സൊനാപ്പി ഉണ്ട് guys. അതും വെട്ടറാ. മാവാണോ എന്താണ് ഇതൊക്കെ? ഞാൻ സ്പെയിനിന്ന് ചുവന്നോണ്ട് വന്നിട്ട് അവൻ മാവെന്ന് പറയണം. പോർച്ചുഗലിൽ നിന്ന് വരുത്തിയ സാധനമാണിത്. കൊള്ളൂലെങ്കിലാണ്. സത്യമായിട്ട് 501 ബാർ സോപ്പ് അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ഗൈസ് ഒരുമാതിരി. ഇതൊക്കെയാണ് വൈറലാവണം കേട്ടാ. സ്ക്വയർ ആയിട്ട് വെട്ടിക്കോ. വെട്ടിക്കോ. നമ്മളെന്തായാലും പോർച്ചുഗലിൽ നിന്ന് വന്നതല്ലേ, എല്ലാവരും തിന്നാ. വൈറൽ ശരിക്കും ലിറ്ററലി എനിക്ക് 501 ബാർ സോപ്പ് വായൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിട്ടെ നമ്മൾ വെക്കുമല്ലോ. എടാ കഴിക്കുന്നതോടെ വായൊക്കെ വൃത്തിയാവും, കുഴപ്പമില്ല, ചെയ്തോ. ഞാൻ നേരത്തെ ഒരു തമിഴിന്റെ തമാശ അടിച്ചപ്പോഴത്തേക്ക് വയറിലെ കീടാണു ഒക്കെ ചത്തോടാ. പാട്ട് ചളി അടിക്കുമ്പോൾ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല. നീയാണ് ഇതൊക്കെ പഠിപ്പിച്ചെന്ന്. ഓ ഇനി എന്റെ തലയിൽ കൊണ്ടുപോയി. ഞാൻ പണ്ടേ അയ്യോ അതിലും കൂറ. ആ ഓക്കെ ഗൈസ്. അല്ല ആദ്യം ഇത് 1 by 1. ആദ്യം ഞാൻ നടുക്കോളായി. ഓക്കെ ഗൈസ്, ഇതാണ് വൈറലായിട്ടുള്ള അവള് പറഞ്ഞ ചോക്ലേറ്റ്. പോർച്ചുഗലിൽ നിന്ന് ആളെ വിട്ട് പറയിപ്പിച്ചോണ്ട് വന്നതാണ്. അപ്പൊ നമ്മള് ഇന്ന് ഇത് കഴിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, ഫസ്റ്റ് തേങ്ങ ഉടക്കി സാധനം എങ്ങനെയുണ്ട്? ഒരു ചക്കരക്ക് വല്ലതാണോ തിന്നത്? വാ പൊട്ടിയോ? പറയണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ പിസ്തയുടെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അതിന്റെ വെളിയിലുള്ള സാധനത്തിന് എന്തോ ഒരു പെയിന്റിന്റെ ഒക്കെ ഒരു ഫീലിംഗ്. അകത്ത് പിസ്ത ഉണ്ട്, പിസ്തയുടെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഒരു സാധനമുണ്ട് കഴിച്ചോ. ഒന്ന് കഴിക്കണം. എന്റെ അമ്മ എന്തോടാ തേങ്ങയുടെ ചീളൊക്കെ ഉണ്ടെന്ന് പല്ലു പോയി. അതൊക്കെ കട്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഇത് അലിയണം കേട്ടാ. കഴിച്ചേച്ച് എടാ യൂറോപ്പിലുള്ളവർ ഇത് വൈറലാണ്. എടാ 50 പിസ്റ്റാച്ചോ നിന്റെ ഫ്ലേവർ അല്ലേ? കൊള്ളാം കേട്ടോ. അപ്പൊ കഴിച്ചു വെച്ചാൽ കൊള്ളാം. അല്ല ഇത് കുറച്ച് കഴിച്ചു വെച്ച് വരുമ്പോ ശരിയാവും. ഞാൻ പറഞ്ഞേ എന്തോ അതിലൊരു എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ബാക്കിയെല്ലാം സെറ്റ്. ആ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ.
നല്ല റിച്ചാണ് കേട്ടാ. പിന്നെ അകത്ത് മൊത്തം മറ്റേ പിസ്തയുടെ ടേസ്റ്റ് ഉണ്ട് അകത്ത്. അതാണ് ആ ഇനിഷ്യൽ അതേ ഉള്ളൂ. ഇനിഷ്യൽ അതേ ഉള്ളൂ കേട്ടാ. മൂന്നാമത്തെ കടിയിലാണ് പണി. ഇനിഷ്യൽ ബൈറ്റ്സ് കൊള്ളാം. ചോക്ലേറ്റ് അല്ല വേറെ ഫീലിംഗും ഇല്ല. ഓക്കെ അത് അപ്രൂവ്. ഒന്ന് റിയൽ പിസ്താച്ചിയോ എന്നാണ്. നിനക്ക് കൊറോണ എങ്ങാണ്ടാണ്. കൊള്ളാവോ? ഇല്ലെന്നോ? ഓ നോ. യൂറോപ്പ് ചോക്ലേറ്റ് മൂന്നാമത്തെ കടിയിൽ വരുന്നുണ്ട്. എവിടെയോ ഒരു ഫ്ലേവർ ചാടി വരുന്നുണ്ട്. ഞാൻ എക്സ്പ്രഷൻ ഇടാതിരിക്കാൻ മാക്സിമം പുറത്ത് എവിടെ നിന്നൊക്കെ തിന്നി നിറച്ചൊക്കെ പുറത്ത് വന്നു. ഗൈസ് അടുത്ത നമുക്ക് ഇത് ട്രൈ ചെയ്താലോ? ദുബൈയിൽ നിന്ന് കൊണ്ടുവന്ന സാധനം. ഇത് ഫിക്സ്. ഇതാണ് അവിടുത്തെ വൈറൽ. ഓക്കെ, ഒരു സ്വർണ്ണ ബിസ്ക്കറ്റ് പോലത്തെ ഒരു പാക്കിങ്ങിലാണ് സുഹൃത്തുക്കളെ ഇരിക്കുന്നത്. എന്താണ് നോട് ഭയങ്കര നല്ല കളർ കേട്ടോടാ. സെറ്റ്. ഓ വാവ് സൂപ്പർ കേട്ടാ. മാംഗോയും നടുക്കുന്ന വെട്ടിയതാടാ. ആ ഓരോ ബാറായിട്ട് വെട്ടിക്കും. എന്താ ചെയ്യണ്ട ഞാൻ? അയ്യോ ഞാൻ ഇങ്ങനെ ആയിരിക്കും. ഇത് വേണേ ഞാൻ ഒരു കടി എടുത്ത് നോക്കാം. കണ്ടിട്ട് തിന്നാൻ തോന്നുന്നുണ്ട്. കഴിക്കട്ടാ. അവൻ കടിക്കാൻ കണ്ടിട്ട് എനിക്ക് ഒരു കടിക്കണം. ഓക്കെ ഗൈസ്, ദുബൈ ഫിക്സ് മാംഗോ. ഓക്കെ ഇതും മാവ് തന്നെ, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ കൊള്ളാന്ന ടേസ്റ്റ്. അത് വായിലൊട്ടി പിടിക്കുന്ന സംഭവം തന്നെ. ആ അതായിരിക്കും കേട്ടാ. രണ്ടും മാവ് തന്നെ. ആ മറ്റേ കുറച്ചുകൂടെ മാവ്. അതിന്റെ പെയിന്റ് ഒക്കെ എന്തോ ഇത് സംഭവം. ഇതിലാ മാംഗോയുടെയും പാഷൻ ഫ്രൂട്ടിന്റെയും ഒരുമിച്ചുള്ള ടേസ്റ്റ്. ഇതാണ് നമ്മുടെ വൈറൽ സാധനം. അതാണ് ഒരു വായിൽ നിന്ന് ടപ്പാന്ന് പറഞ്ഞ് പൊട്ടണം. വായിൽ പൊട്ടിത്തെറിക്കുന്ന കാൻഡി. അത് പാഷൻ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് ആണ് കൂടുതലും. ഇല്ല ഞാൻ പറഞ്ഞില്ലേ ചിലർക്ക് അത് ഇഷ്ടപ്പെടും. ഇത് ഞാൻ പറഞ്ഞില്ല രണ്ടും മാവ് തന്നെ. ആ എടാ ഇത് വീണ്ടും കഴിച്ചോണ്ടിരിക്കുമ്പോ കൊള്ളാം കേട്ടാ. ഞാൻ അത് കഴിച്ച് വന്നപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പാഷൻ ഫ്രൂട്ട് കൂടെ ആയിട്ടുണ്ട്. ഇവർക്ക് അതാണ് ഇഷ്ടമാടാ, പോപ്പിംഗ് കാൻഡി ആണ്. ഇത് വീണ്ടും കഴിക്കുമ്പോ രസമുണ്ട് കേട്ടാ ഈ സാധനം. അത് അലിയും തോറുമാണ് എന്റെ കട്ടിക്കിരിക്കുമ്പോ. ഫസ്റ്റ് കടി ഇരിക്കുമ്പം എന്തോ ഒരു സിന്തറ്റിക് ടേസ്റ്റ് വേണമുണ്ട്.
എന്തോ ഒരു ഇതാണ് നമ്മൾ കഴിച്ച് വരുമ്പോൾ വരുമ്പോ സെറ്റ് ആവും. സെറ്റാവും. ആ സിന്തറ്റിക് തന്നെ ഇഷ്ടപ്പെടാത്ത എനിക്ക്. ആ ഔട്ടർ കവറിങ് എന്താണോ എന്തോ സാധനം. ടാങ്ക് കുടിക്കുന്നത്. വിത്ത് പോപ്പിംഗ് കഴിഞ്ഞു. പ്രിസർവേറ്റീവ്സിന്റെ ടേസ്റ്റ് ആണോ എന്തോ. അവൻ മതി ചുമ്മാ വാരി കയറണ്ട ഇതൊക്കെ. പച്ച ഭയങ്കരമായിട്ട് എനിക്ക് ബാധിച്ചാണ്. ആ നീ കഴിച്ചോടി, നീ കഴിച്ചോ. ഒരുമാതിരി ഇല്ലാണ്ടായി. പിസ്ത അലുവ പോലെ ഉണ്ട്. ഈക്വൽ പീസ്. ഞാൻ മാംഗോ. ഇല്ല ഞാൻ ഒരു കടി എടുത്തേ ഉള്ളൂ. ഞാൻ മാംഗോ. ഞാൻ മാംഗോ 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 മാംഗോ. ഇവര് അവള് മാംഗോ. അപ്പൊ എത്ര 1 2 ഇതൊരു മാംഗോ 3 4 5 3 മാംഗോ. 4 കരിപ്പൂർ മാംഗോ. വലിയത് ഞാൻ ആലോചിക്കുകയാണ്. റെക്കോർഡ് എന്റെ ഇതില് എനിക്കിതാണ് ഇഷ്ടപ്പെടാം. പിസ്ത. അപ്പൊ 4 4 അവന് ഇഷ്ടപ്പെട്ടില്ല. വേറെ തൊങ്ങിന്ന് പറഞ്ഞേക്കാണ് അല്ലേ? രണ്ടുപേരും ഇഷ്ടപ്പെട്ടില്ല. 4 പേർക്ക് പിസ്താഷ്യോ, 4 പേർക്ക് മാംഗോ. ഓ ഇത് കഴിച്ച് കൊള്ളാം കേട്ടാ. ഇത് ഒരെണ്ണോടെ കഴിക്കുമ്പോഴേ കട്ടൊന്നും ചെയ്യണ, ഞാനാണ് എഡിറ്റ് ചെയ്യുന്നത്. നീ ബോഡി കഴിച്ചോണ്ടിരിക്കുമ്പോ മാറും പതിയെ, അതിന്റെ ആ ടേസ്റ്റ് വന്നോണ്ടിരിക്കും. ഇത് ആദ്യമായിട്ട് കഴിച്ചതിന്റെ പ്രശ്നമായെന്ന് നിങ്ങൾക്ക്. വെയിറ്റ്. കഴിച്ചോ ഇത് രണ്ടെണ്ണം. എടാ അതുണ്ടടാ, ഫസ്റ്റ് ആ ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ല, അത് കഴിയുമ്പോഴാണ് അതിന്റെ നീ അപ്പൊ ഒറിജിനൽ. അത് ഉപ്പിലിട്ട പിസ്താച്ചിയോടാ ഇന്ത്യയിൽ കിട്ടണത്. ഇത് യഥാർത്ഥ പിസ്താച്ചി. നമ്മളെ സൂപ്പ് വന്നിരിക്കുകയാണ് ഗൈസ്. വൈൽഡ് മഷ്റൂം ചിക്കൻ സൂപ്പ്. സൂപ്പ് ബ്രെഡ് മിക്സ് ചെയ്യുന്നു, മുക്കുന്നു. അയ്യോ ഇതെങ്ങനെ സൂം പോയത്? എന്റെ വിരലിൽ തട്ടി. ഓക്കെ ഗുരു ചിരിക്കുന്നു. തെണ്ടി ഗുരു. ഓക്കെ ഒന്നുകൂടെ വീണ്ടും. ഒരുപാട് ഹെർബ്സ്, മഷ്റൂം, പെപ്പർ എല്ലാം ഉണ്ട് കേസിൽ. ഒരു ഫ്രൈസ് അടിപൊളിയാ. എങ്ങനെയുണ്ടാ ഫ്രൈസ്? സൂപ്പർ അല്ലേ? എന്നാ ചിക്കൻ ആണ്, ബാർബക്യൂ ആണ്, എന്താണല്ലോ. സാലഡ് തിന്നാൻ പോകുന്നു. സാലഡിനും ഇത്ര ഡിമാൻഡാണ്. സാലഡിന്റെ റിയാക്ഷൻ അല്ല അടിപൊളി. അടിപൊളി സൂപ്പ് കേട്ടാ. ആ സൂപ്പർ സൂപ്പ്. എടാ ഒരെണ്ണം പറയടാ നിനക്ക്. എന്നാ അതിൽ നമുക്കും തിന്നായിരുന്നു. ആ ബ്രെഡ് സൂപ്പർ കേട്ടോ, നല്ല ഫ്ലഫി ബ്രെഡ്. അതെ എന്റെ ഷെയർ ഹോൾഡർ വന്ന് വാ ഓടിവാ, നമുക്ക് വൈറൽ ചോക്ലേറ്റ് തിന്നാം. വേണ്ടേ വയറൊക്കെ തടവിക്കാണെങ്കിൽ. അപ്പം ഇങ്ങനെ എത്ര ശതമാനം ഷെയർ ഉണ്ട്? ഫുഡ് ടേസ്റ്ററാണ്. ഫുഡ് ടേസ്റ്ററാണ്. 25% ഷെയർ. എടാ
ഇവിടെ പറഞ്ഞ എല്ലാ ഫുഡും ആദ്യം സൈബ്രോയ്ക്ക് എല്ലാ ഫുഡും ഒന്നുമല്ല, ഒന്നും പറ്റിയില്ലെങ്കിൽ അത് റോൾ ഔട്ട് ചെയ്യും. ഇങ്ങനെയൊന്നും അല്ല ഗൈസ്. നമ്മള് പറയും ഓക്കെ അടിക്കും, എന്തെങ്കിലും ടേസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞത്. അല്ലാതെ മറ്റേ ഒരാഴ്ച നോക്കിയൊന്നും ഇരിക്കാനൊന്നുമില്ല. പോടാ. ഇത് ഞാൻ എടുത്ത ഫോട്ടോ ആണ് ഗൈസ്. കൊള്ളാം, നല്ല ഫോട്ടോ. ആ ഇവര് പറഞ്ഞ് എല്ലാരും ഔട്ടർ പറയണേ. ഇവിടെ വാ, ഇവിടെ ലൈറ്റ് പക്ഷെ ഇവിടെ എല്ലാം ഇതല്ലേ. പഴയ സൈബ്രോ അല്ല, ഔട്ട്റോയ്ക്ക് എടുക്കാൻ തുടങ്ങി. അല്ല സെൽഫി എടുത്തിട്ട് guys. തംബ്നെയിലിന്. അപ്പൊ അവിടെ തംബ്നെയിലിന് എങ്ങനെ ഫോട്ടോ എടുക്കണം? ഇങ്ങനെ എല്ലാരെയും കൂടെ കിട്ടണ പോലെ. ആദ്യം വൈൻഡപ്പ് ഈ സാധനം. ഓക്കെ ഗൈസ്, നമ്മളെ ഔട്ടർ ആണിത്. ഇത് നമ്മള് എല്ലാ ഫുഡൊക്കെ കഴിച്ചു. അതെ. നമ്മള് വീട്ടിൽ പോകാനുള്ള പരിപാടിയിലാണ്. എല്ലാവർക്കും എന്താണ് ഇഷ്ടം? എല്ലാവർക്കും ബൈ ബൈ. ടെൻഷനായി. ഓക്കെ ഗൈസ്, ഇതാണ് എന്റെ ഔട്ടറോ. മനസ്സിലായില്ലേ? എനിക്ക് ഇന്ന് പെട്ടെന്ന് ടെൻഷൻ വന്നു, അതുകൊണ്ട് ഓക്കെ നമ്മള് ഇതെന്തോടെ ആർട്ട് മ്യൂസിയോ? അവന്മാരിപ്പോ എന്നെ നോക്കി തെറി വിളിക്കുകയായിരിക്കും. കാരണം അവരൊക്കെ നോക്കണം അവിടെ നേട്ടാ. എന്നെ ഇനി കടയിലോട്ട് കയറ്റൂല അവര്. എന്താണ് ഇവിടെ എന്റെ ഷെയറൊക്കെ നിങ്ങളൊക്കെ കൂടെ വിപ്പിക്കോ? ഇവിടെ വരേണ്ടതാണ് ഇനിയും. എന്താ ഇവളെന്തൊക്കെയോ എഴുതണം കേട്ടാ. ഫുഡ് ഡാഡി, ആ ബെസ്റ്റ് ഫുഡ് ഡാഡി. എന്തോ എക്സാ ഇൻഡു. ആ എനിക്ക് തോന്നി അവ അതാക്കി ഏതാ പോണത്. എടാ എന്താണ് ഇത്? അജ്ജേ അമ്പ്. എന്താണ് കാർത്തി, നിനക്ക് എത്ര വയസ്സായടാ നിനക്ക്? ഇതൊക്കെ എന്താണിത്? 32 വയസ്സായ കാണിക്കുന്ന പരിപാടികളാണ് കാണുന്നത്. 44 ആർക്കടാ 44? പോടാ.